ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ കുഞ്ഞിൻ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞാൽ ഫ്രീ ഫയർ ആയിട്ടാണ്. ഫ്രീ ഫയറിൽ നമ്മൾ റാങ്ക് പുഷിങ്ങിനായിട്ട് വന്നേക്കാണ്. നമ്മൾ ഫാക്ടറി ടോപ്പിലാണ് ഇറങ്ങാൻ പോണത്. ഫാക്ടറി ടോപ്പിൽ ഇറങ്ങി, പക്ഷേ അവിടെ ഗണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. എനിമി ഒന്നും ഉണ്ടായിരുന്നില്ല. എനിമി ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് നേരെ അടിയെ ചാടി ഗണ്ണും കാര്യങ്ങളും എടുത്ത് നോക്കിയപ്പോൾ ആരും ഓടിപ്പോണ സൗണ്ട്, എനിമി ഓടിപ്പോണ സൗണ്ട്. ഉള്ളി കയറി നോക്കിയപ്പോൾ മേളിലൂടെ ഒത്ത് ഓടിപ്പോകുന്നു. അവനടിക്കാൻ വന്നപ്പോൾ സൈഡിൽ വേറെ പോലത്തെ അവന് അടിപൊളി ഹെഡ് ഷോട്ടും കാര്യങ്ങളൊക്കെ സോണി ഓണായി. അവൻ തിമിത്രിയിട്ട് ഏൽക്കാൻ നോക്കണം. നമ്മൾ നല്ലോണം ഡാമേജ് കൊടുത്തു, പക്ഷെ ഞാൻ സൈഡിലോട്ട് മാറിപ്പോയി. അവനെ കൊല്ലാനായിട്ട് നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയപ്പോഴാണെങ്കിലോ പുറകിൽ നിന്ന് നമുക്ക് നല്ല ഡാമേജ് വന്നു. മേളിലുള്ളവനാണെങ്കിൽ മേഘ വെച്ച് നമ്മളെ കുത്തിപ്പിടിച്ച് അടിച്ചിട്ടു ഗൈസ്. അവനും ഹെൽത്ത് കുറവായതുകൊണ്ട് അവൻ അടിയിലോട്ട് ഇറങ്ങിയപ്പോൾ ആ സൈഡിലേക്ക് ഉണ്ടാവൻ അവനും അടിച്ചിട്ടു. നമ്മൾ എന്നിട്ട് നമ്മുടെ നേരെ പോയിട്ട് നമ്മുടെ ഇവിടെ ഇറങ്ങി. എവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മല്ലോ. നേരെ പോയിട്ട് ഭീമാ സ്ട്രിപ്പിൽ പോയി ഇറങ്ങി ഗൈസ്. അവിടെ മറ്റേ എൽ ഷേപ്പ് ഹൗസില്ലേ മേളിൽ, അവിടെ പോയി ഇറങ്ങി ഗണ്ണും കാര്യങ്ങളും സെറ്റായിട്ട് നമ്മൾ നേരെ അടിയിലോട്ട് ഇറങ്ങിപ്പോയി. അടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു എനിമി, ആ അപ്പുറത്തെ വീട്ടിലെ എൽ ഷേപ്പില്ലേ ഗൈസ്, അടിയിലത്തെ ആ കാണുന്നത്, അവിടെ ഒരു എനിമി ഗൈസ്. അവനെ നോക്കിക്കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരെ ലൂട്ടൊക്കെ എടുത്ത് ഹെലറൊക്കെ അടിച്ച് അങ്ങനെ കയറിപ്പോവായിരുന്നു. കയറിപ്പോകുമ്പോൾ അവിടെ വീണ്ടും കണ്ടു ഗൈസ്. സൗണ്ടും കാര്യങ്ങളും കണ്ട് അവിടെ കണ്ട. ഞാൻ മാപ്പ് ഒന്ന് നോക്കി, അത് നോക്കണ്ട, നിങ്ങൾ നോക്കണ്ട, പ്രത്യേകിച്ച് നേരെ കൈതട്ടി വന്നാണ്. നമ്മളിങ്ങനെ പോകുമ്പോൾ വന്നിട്ട് അവിടെ കണ്ടു ഗൈസ്. നമ്മളങ്ങനെയാണെങ്കിലോ അങ്ങോട്ട് ഓടിപ്പോയി ആ വീട്ടിലെത്തി. അവിടെയാണ് വലിയ ഫൈറ്റ്, രണ്ടുപേര് കൂടിയിട്ട് ഫൈറ്റ്. നമ്മുടെ സൈഡിൽ നമ്മളെ കണ്ടിട്ടില്ല അവന്മാർ. ഞാനാണെങ്കിൽ അവിടെ കില്ലിടും പോലെ തന്നെ കുമ്മി. എൻ്റെ M10 ഇരിക്കുന്നുണ്ടായിരുന്നേ, M10 ലെവൽ 1. അപ്പോൾ അത് വെച്ച് അടിച്ചു. മറ്റവനെ ഓടിപ്പോണോണ്ട് ഞാൻ പുറകെ പോയി, പക്ഷെ അവൻ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഞാൻ കണ്ടില്ല. ഞാൻ അങ്ങനെ ഓടിപ്പോയി. അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോയിണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അവൻ അപ്പുറത്തെ എൽ ഷേപ്പിലൊക്കെ കയറി. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അവന് നോക്കുമ്പോഴാണ് ആരും കാണാനില്ല ഗൈസ്. അവൻ്റെ നമുക്ക് മറ്റേ കീ ഇല്ലേ, അയ്യോ അതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ആ സംഭവമൊക്കെ കിട്ടി. ഇങ്ങനെ പോവായിരുന്നു വണ്ടിയിൽ. അവൻ ആ എൽ ഷേപ്പ് വീടിൽ കയറിപ്പോയി. നമ്മൾ വണ്ടിയിൽ കയറി, പക്ഷേ അവൻ ഇറങ്ങിപ്പോയി. അവനെ അടിച്ചിട്ട് ഗൈസ്. അങ്ങനെ നമുക്ക് 2 കില്ലായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ലൂട്ടൊക്കെ എടുത്ത് വണ്ടിയിൽ കയറിയതേ ഈ സാധനത്തിൻ്റെ കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കീ കൊണ്ട് എല്ലാം ആക്കിയിട്ട് ലൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടുത്തെ മേളിൽ അപ്പോഴേക്കും സോണൊക്കെ വന്ന് നമ്മൾ ചെറിയ ടൈമിൽ 81 ഇടി, മീൻസ് വണ്ടി കൊണ്ട് ഇടിച്ചപ്പോൾ 81 ഡാമേജ് ഗൈസ്. അങ്ങനെ നമ്മൾ കയറിപ്പോയി ഒരു അടി അങ്ങോട്ട് കൊടുത്തു ഗൈസ്. അവൻ ചത്തു അവിടെ. അവൻ്റെ ലൂട്ടെടുത്ത് മെഡടിച്ച് ഇങ്ങനെ അടിയിലോട്ട് വണ്ടി എടുത്ത് പോകുമ്പോഴാണ് വണ്ടി എടുത്ത് പോകുമ്പോൾ അതേ അടിയിൽ വേറെ ഒരുത്തൻ ഗൈസ്. അവനെ സ്പോട്ട് ചെയ്തപ്പോൾ നേരെ വണ്ടി എടുത്തങ്ങോട്ട് കയറി ചെല്ലാൻ നോക്കി. അവിടെ അടിയിൽ ഫൈറ്റ് കിടക്കാണ്. അവിടെ ഗ്ലൂ വാളൊക്കെ കാണാനുണ്ട് ഗൈസ്. പക്ഷേ ആ ഗ്ലൂ വാളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയപ്പോഴോ അവിടെ ആരുമില്ല. എന്തുകൊണ്ട്? നേരത്തെ അവിടെ ഫൈറ്റ് നടക്കണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സൈഡിൽ കൂടെ ഓടിപ്പോണു ഗൈസ്. കണ്ടോ സൈഡിൽ വണ്ടി ആണെങ്കിൽ അവിടെ സ്റ്റക്കായി. എന്നിട്ട് നമ്മൾ വണ്ടി എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ അവൻ മറ്റേ വെഹിക്കിൾ ഡ്രോപ്പില്ലേ അതവിടെ ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ആ ഗ്ലൂ വാൾ പൊട്ടിച്ചപ്പോൾ വെഹിക്കിൾ ഡ്രോപ്പ് മോൺസ്റ്ററൊക്കെ വന്നു. നമ്മളതിൽ കയറിയിരുന്നു ഗൈസ്. അവനാ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ കയറിയിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സോണിൻ്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മെഡൊക്കെ അടിച്ച് ഞാൻ വിളിച്ച് ടീമപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോണിൽ കയറി കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആൾക്കാരെ കണ്ടു ഗൈസ്, എനിമീസിനെ. ഇവനാണെങ്കിൽ ഇടിച്ചിട്ടു. എൻ്റെ ഒപ്പം ഉള്ളവനാണെങ്കിൽ അവൻ ഇടിച്ചിട്ടു ഗൈസ്. എന്നിട്ട് അവനിറങ്ങി. അവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലൂ വാൾ പൊട്ടിച്ചു. ഇടയിൽ അവൻ ചാവണ്ടാണ് ഗൈസ്. ചത്തിയ വീണ്ടും ഗ്ലൂ വാൾ പൊട്ടിച്ചു. അപ്പോഴേക്കും പുറകിലുള്ളവൻ കുമ്മി. ഇവൻ വണ്ടിയിൽ കയറിയപ്പോൾ അവനടിക്കാൻ പോയപ്പോൾ ഇവനെ കൊന്നു അവൻ. എന്നിട്ട് ആകെ ഗൈസ് എൻ്റെ വണ്ടി ഫുള്ള് പണി കിട്ടി. നിങ്ങളുടെ വെഹിക്കിളിൻ്റെ ഹെൽത്ത് നോക്കി കാണാം, ഫുള്ള് പോയി. എന്നിട്ട് എനിക്കും നല്ലോണം ഹെൽത്ത് കിട്ടി, ഡാമേജ് പോയിട്ടു.
എൻ്റെ ഹെൽത്തും പോയി. ഇവിടെ ഇനിമി ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ കണ്ടില്ല. എൻ്റെ ഹെൽത്ത് എത്ര പെട്ടെന്നാണെന്നല്ലോ ഇത് പോയത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു, ഭയങ്കര സ്പീഡിൽ പോയി. കാരണം എൻ്റെ ഹെൽത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ സൂപ്പർ മെഡൊക്കെ അടിച്ച് സെറ്റായിട്ട് അങ്ങോട്ട് ഞാൻ തിരിച്ചു പോയി. കാരണം എനിമി ചാടുമെന്ന് വിചാരിച്ചു, സോൺ വന്നുകൊണ്ട്. ചെറിയ പവറായിട്ടുള്ള സോണാണ്, അതുകൊണ്ട് ചാടുമെന്ന് വിചാരിച്ചു. അവൻ ചാടിയില്ല. നമുക്ക് വീണ്ടും ഇത് ഡാമേജ് വന്നു ഗൈസ്. വണ്ടി നോക്കിയാൽ കാണാം അത് ഡാമേജ് കുറഞ്ഞു. മീൻസ് അതിൻ്റെ പവറില്ലേ, വണ്ടിയുടെ വെഹിക്കിൾ പവർ അത് കുറഞ്ഞു. എനിക്കും ഡാമേജ് വീണ്ടും അവൻ തന്നു. നമ്മൾ നേരെ അടിയിലോട്ട് വിട്ടു പോയപ്പോഴാണെങ്കിൽ അവിടെ വേറെ വാറ് ഗൈസ് കണ്ട. അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് ഇങ്ങനെ കണ്ട, അവിടെ ഗ്ലൂ വാളൊക്കെ ഇട്ട് വേറെ ഫൈറ്റ്. ഈ വണ്ടി പൊട്ടാറായതുകൊണ്ട് ഞാൻ അവിടെ കിടക്കണം ജീപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വാറ് കിടക്കണോണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് അവിടെ ഗ്രനേഡ് എറിഞ്ഞപ്പോഴാണെങ്കിലോ അത് അപ്പുറത്തെ സൈഡിൽ കൂടെ നിലത്ത് വീണിരുന്നു. അപ്പം തന്നെ ഒരുത്ത അടിയിലോട്ട് ചാടി. അതുകൊണ്ട് അവന് നല്ല ഡാമേജ് കിട്ടി. അവനടിക്കാൻ നിന്നപ്പോഴാണെങ്കിലോ പുറകിൽ നിന്ന് അടി നമുക്ക്. അതൊന്നും നോക്കാതെ നമ്മൾ ആ വണ്ടിയുടെ അങ്ങോട്ട് പോയി. അവൻ വണ്ടിയുടെ അവിടെ കിടക്കണേ, നമ്മൾ വണ്ടിയിൽ കയറി ഡാമേജ് ചെറുതായിട്ട് കൊടുത്ത് അടിച്ചിട്ട് ഗൈസ്. എൻ്റെ ഹെൽത്ത് എന്തോരം പോയിന്ന് കണ്ടാ. ആ രണ്ടാമത്തെ ഗ്ലൂ ആളിട്ടില്ലെങ്കിൽ ഞാൻ ചത്തേനെ, അല്ലാതെയും ചത്തു. കാരണം മേളിൽ നിന്ന് നമ്മൾ അടിച്ചു